നിങ്ങളില്ലല്ലോ ആരും ചെവില് വെക്കണോ? ശരിയാണ്. ആ ചങ്ങക്കാരിലൊക്കെ അടിച്ചു പോയിട്ടില്ല. അല്ല എനിക്കൊരു സംശയം, നിങ്ങൾ എന്റെ ഡോക്ടറായ പോലെ എന്ത് ചെയ്യാൻ? എന്റെ അപ്പന്റെ വളരെ ആഗ്രഹമായിട്ട് ഞാൻ ഡോക്ടറാവും. എന്നിട്ട് പക്ഷെ പുള്ളി കൊണ്ട് ചേർന്നത് ENT ഡോക്ടർ എടുക്കാൻ. എന്ത് ചെയ്യാൻ? എനിക്ക് സർട്ടിഫിക്കറ്റ് എന്നാലും എന്താ എല്ലാ ഡോക്ടർമാരും നിങ്ങളുടെ തന്നെയല്ലേ വരുന്നത്? നിങ്ങളൊരു ഭാഗ്യവാൻ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിപ്പല്ലേ? എന്തോടെ എന്റെ നേട്ടോ? എനിക്കാരെ ഇവിടെ ഒരു വലിയ പണിയില്ലാതെ ആടല്ലോ. ഓക്കെ നീ എഴുതി പോ. ഇന്ന് ലെവലാക്കിട്ടാവും. ആ എല്ലാം ശരിയായിരുന്നു. 30 രൂപ തരുന്നല്ലേ? ഒന്ന് മസാജ് കൂടി ചെയ്താ മുതലാക്കണ്ടേ? എന്താ കുളിക്കുന്നോ? കമ്പി മാറിയിട്ടുണ്ട്. 6 മാസം നേരം എടുത്തോ? പൈസ പാസ് അങ്ങനെ പൈസയോട് പറഞ്ഞല്ലോ. എങ്ങനാ വാരേട്ടാ വെട്ടാൻ പറ്റൂ? എന്നാ ഒരു തലകളുണ്ടത്. പുള്ളി രാവിലെ ഇരിക്കുള്ളൂ. പുള്ളി പശുവോട് പഠിക്കാൻ തോന്നുന്നു. വെട്ടണം. വെട്ടാൻ പറ്റിയൊന്ന് ഷെയർ ചെയ്തല്ലോ. എനിക്ക് കുമ്മനാട് ഒരു അത്യാവശ്യം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പുള്ളിക്ക് കുമ്പനാട്ട് പരിപാടി ഭാഷയല്ലേ? ആ ഇവർക്ക് ബ്രോക്കർ ഓഫീസിൽ തലം കച്ചവടം. ഭാഷ കളപ്പേര് നടക്കണ്ട. നല്ല കാര്യം. ഇതൊന്നും സൂട്ടാൻ നമുക്ക് ഇല്ലയുള്ളൂ. എന്തായാലും ബാർബർ ഷോപ്പ് ഈ മാസ്റ്റർ ആശ്രമങ്ങളൊക്കെ പറ്റിയില്ല. എപ്പം വേണം ഈ പ്രോഗ്രാം ഉണ്ടോ? ആശാ നോക്കുന്നതാണോ?
എന്തോ സഹോദര പേര്? ശശി വിളിക്കാതെ അതാ വിളിക്കാതെ എനിക്ക് അതാ ആദ്യം വഴിയത് എളുപ്പാണ് എളുപ്പാണ്. നമ്മളെ ഞങ്ങളുടെ കാര്യം പാട്ടി നടക്കും. ഹൃദയമൊക്കെ പണ്ട് കർത്താവിന് കൊടുത്തത് ആരെയാ കഴിഞ്ഞോ? ഇല്ല അഞ്ചാറ് മാസം ആടി കിട്ടുന്നത് പിടിച്ചിരുന്ന അതെ കണ്ടില്ലേ? കഴിഞ്ഞില്ലോ ഇത് സാറേ വന്നപ്പോ തോന്നുന്നില്ല ഇതൊരു വിഷമം. എന്താ പറയാനോ കണക്കിന് കൂടും ജോലിയും പോയി. അമ്മയ്ക്കാണെങ്കിൽ സുഖയുടെ കൂടി സീരിയസ് ആയിട്ട് തൃശ്ശൂർ കിടക്കണം. ഞാൻ ആകെ താഴ്ന്നിരിക്കണം. അതിന് താനിങ്ങനെ നിരാശപ്പെടാൻ എങ്ങനെയാ? അല്ല ജോലി പോയി ഇപ്പൊ വീട് ജപ്തി ചെയ്യാനായി. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ വല്ല കാര്യമുണ്ടോ? നമ്മുടെ ദൈവം ആരാ മോൻ? വിദേശിക്ക് അങ്ങനെയൊക്കെ പറയാം. വിദേശിക്ക് അത്യാവശ്യം ബിസിനസ്സും കാറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെന്താ പറയുക? നമ്മുടെ കാര്യം ഇങ്ങനെയായി. ഇതെന്താ ഇന്നലെ തീർക്കോ? ഞാൻ പറഞ്ഞതാ തന്നോട് എനിക്ക് പ്രോഗ്രാം ആണ്. വിദേശികൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. കടം കയറി എടുക്കണേ നിങ്ങൾ തിരിഞ്ഞു നോക്കില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നോക്കം പോയി കഴിഞ്ഞാൽ പിന്നെ പോയ വഴിക്ക് പുതിയ മുടക്കും. ദേശിയുടെ പൊതുവായിട്ടുള്ള കാണും. അതിപ്പോ അധികം വിദേശിയുടെ കാര്യം കാശൊന്നും സഹായിക്കാൻ പറ്റുമോ? കാശെന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാണോ തല കണ്ടാൽ കാശ് എടുത്ത് തരാൻ പറ്റും. കാശ് വിദേശികൾക്ക് ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ മറന്നല്ലേ ഇവിടെ കാശ് ഉണ്ടാക്കാൻ പറ്റിയൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പണ്ട് പോയിട്ട് വിസിറ്റിങ്ങിന് പോയാലും ഒരു 4 വർഷം മുമ്പേ. അപ്പൊ ആ സഹോദരൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു 3-4 വീഡിയോനിക്കാരെ വേണം, വിസയുണ്ട്, കെട്ടിവിടാമെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളെ ഒപ്പിച്ചു കൊടുത്താൽ 25,000 രൂപ വെച്ച് കിട്ടും. 25,000 കിട്ടും നമുക്ക് കിട്ടും. അത് 14,000 രൂപ ഞാൻ എനിക്ക് തരാം. 10,000 രൂപ എനിക്ക്. അത് കമ്മീഷൻ. അത് എക്സ്പെൻസ് തോറ്റതാണെങ്കിൽ 10,000 രൂപ കൂടുതൽ മേടിക്കും. അല്ല ഉദ്ദേശിച്ച് ഇപ്പൊ ഒരാളുടെ നമ്മൾ 25,000 രൂപയും പിന്നെ വേറെ എന്തെങ്കിലും സാധനം മേടിക്കണം. വേറെ അവരുടെ പാസ്പോർട്ട് കോപ്പി വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി വേണം, 2 ഫോട്ടോ വേണം. ഇതൊക്കെ മതി. പാസ്പോർട്ടിന്റെ കോപ്പിയും ഒറിജിനൽ പാസ്പോർട്ട് വേണം. കോപ്പി. അപ്പൊ അവർക്ക് സാലറി ഒക്കെ എങ്ങനെയാ അവിടെ? സാലറി 10,000 രൂപയും AC റൂമും ഫുഡും
AC റൂമിന് വാടക വേറെ ഉണ്ടോ? എല്ലാ സെറ്റപ്പും ഉണ്ട്. 25,000 രൂപയും ഈ സാധനങ്ങളും ഉപദേശിയുടെ തന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് കയറ്റാം. എനിക്ക് 10,000 രൂപ വെച്ച് ഇത്രയും സാധനം ഈ പറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കൊള്ളാലോ. 10 പേരെ കയറ്റിയാൽ 1,00,000 രൂപ. ഹലോ ഉപദേശി, എത്ര ദിവസം കയറി പോകാൻ പറ്റും? കയറിപ്പാനൊക്കെ വരട്ടെ. അതിന് മുമ്പ് നമ്മൾ തമ്മിൽ ഒരു കാര്യമുണ്ട്. ഞാൻ കാശ് അങ്ങനെ കാശ് ഇങ്ങോട്ട് തരണ്ട. പക്ഷെങ്കിൽ താൻ നമ്മൾ പള്ളി ചേർന്നു. ഇതൊക്കെ ഞാൻ കുറെ കാലം പുള്ളിയുടെ തട്ടിപ്പാ. നിങ്ങൾ മാറി മാറാനുള്ള പരിപാടിയാ. ഞാൻ പോവാ. ഇങ്ങനെയാണോ തട്ടിപ്പ്? ബുദ്ധിമുട്ടാണ്. ഉപദേശി ഞാൻ പറഞ്ഞോളൂ. കാശിന്റെ പരിപാടിയല്ലേ. നിങ്ങളുടെ മതത്തിൽ കയറാനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഇതിപ്പോ അധികമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു തന്ന കാര്യം പറയാം, അത്രേ ഉള്ളൂ. ഉപദേശി പറഞ്ഞതിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കഴിഞ്ഞു. അത്രേ ഉള്ളൂന്നേ. എന്നാ പറ, ഞാൻ പറഞ്ഞോളാം. അങ്ങനെയാണെങ്കിൽ കണ്ണാണ് ഞാൻ പറയാം. ദൈവമേ ഞാൻ പാവിയാണ്. ദൈവമേ ഉപദേശി ഭാവിയാണ്. ഞാൻ പാവിയാന്ന്. ഞാനാ? ആ, ഇന്നൊരു ഈച്ചേനെ പോലും നടത്തി ഞാൻ ഭാവിയാണ്. അങ്ങനെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നാ പറ. കർത്താവെ ഞാൻ പാവിയാണ്. കർത്താവ് ഭാവിയാണ്. പാവിയാണ്, പാവി ഭാവിയാണ്. എന്നെ രക്ഷിക്കണമേ. എന്നെ രക്ഷിക്കണേ. ഇത്രയും മതി. കഴിഞ്ഞ ചോദിച്ചാൽ ഇനി ഞായറാഴ്ച രാവിലെ ഞാൻ താൻ പള്ളി വരണം. പള്ളി വന്ന് അവിടെ ഒരു സാക്ഷ്യം പറയണം. സാക്ഷ്യം അങ്ങനത്തെ പരിപാടിയാണ്. സാക്ഷി എന്നൊക്കെ പറയാം. ഞാനല്ല പരിപാടിയുള്ളൂ. ഇവിടെ വേണം സാക്ഷിയുള്ളൂ. ഈ സാക്ഷി കൊണ്ട് പൊമ്പോട്ടു. താൻ എവിടെ പോയി? താൻ പഠിച്ചോ കൃത്തുണ്ടോ? ഓ ശരി. ഫോൺ വന്ന് എന്താ ചെയ്യാ? നല്ലൊരു ഫോൺ. സാക്ഷ്യത്തിന് ഞാൻ ഇങ്ങനെ പറയണ്ടേ? സാക്ഷ്യത്തിന് ഞാൻ എന്നെ എവിടെ വെച്ച് കണ്ടെന്നും എന്റെ പേര് 2-3 പ്രാവശ്യമൊക്കെ എടുത്തു പറഞ്ഞു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞ് പേര് 3-4 വട്ടം എടുത്തു പറഞ്ഞു. എപ്പോഴാ സമയം പറഞ്ഞോട്ടോ സാക്ഷ്യത്തിന്റെ? രാവിലെ 10 മണിയാകുമ്പോ അവിടെ വരണം. ആണോ? 1,00,000. പവർക്കട്ട സമയത്ത് നമ്മൾ പണിയുള്ള പരിപാടി കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാം ഞാൻ പറഞ്ഞില്ലേ? ഉപദേശിച്ചല്ലോ. നാളെ ഉപദേശിക്ക പള്ളിയില്ലേ? ഉപ്പ എന്താ ഉപ്പ് ഇവിടുന്ന് ശരിയാവുന്നില്ലോ. ഞായറാഴ്ച കാണട്ടോ. ഉപദേശത്തിലോ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. സത്യത്തെ കാണോ? തട്ടിപ്പോകുന്നു. പുള്ളിക്ക് ഇതേപോലെ വെട്ടിപ്പോകും. എന്റെ 30 രൂപ ഞാനിരിക്കുന്നല്ലോ.